പരിശുദ്ധ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പുതിയ വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. ഹജ്ജ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹിമാൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. പത്രസമ്മേളനമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ചെറിയൊരു ഭാഗമാണ്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കരിപ്പൂരിലെ ഹജ്ജ് യാത്രാ നിരക്ക് വർധന അംഗീകരിക്കാനാകില്ല, എയർ ഇന്ത്യക്കെതിരെ മന്ത്രി വി അബ്ദുറഹിമാൻ. നമുക്ക് ഇദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചിട്ട് മുന്നോട്ട് പോവാം. നമുക്കൊക്കെ തന്നെ അറിയാം, വിനോദ നികുതി നമ്മുടെ കേരളത്തിൽ 5% നിന്ന് 12% ഉയർന്ന സമയത്ത് പത്രമാധ്യമങ്ങൾക്ക്, അന്ന് നമ്മുടെ കേരളത്തിൽ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ടിക്കറ്റ് നിരക്കൊക്കെ വലിയ രീതിയിൽ കൂടിയ സമയത്ത്, കായിക മന്ത്രിയും കൂടിയാണല്ലോ വി അബ്ദുറഹിമാൻ എന്ന് പറയുന്നത്, ഇവരോട് മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ പോയിട്ട് ഇതുപോലെ നിരക്ക് കൂടിയല്ലോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞിട്ടുള്ളത്, പട്ടിണി പാവങ്ങൾ ആരും തന്നെ മത്സരം കാണണമെന്നില്ല എന്നാണ് വ്യക്തമായിട്ട് ഈ വ്യക്തി അന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ തന്നെ അറിയാം, ഇതേ പട്ടിണി പാവങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഈ വ്യക്തിയൊക്കെ മന്ത്രിയായിട്ട് സുഖിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഈ മന്ത്രിയെ ഒരു കാര്യം കൂടി അങ്ങ് ഓർമ്മിപ്പിക്കാം. വി അബ്ദുറഹിമാനോ അല്ലെങ്കിൽ ഈ ഫസലോ പറയുന്നതല്ല, മറിച്ച് മതം പറയുന്നത് ഒരു വ്യക്തി ഹജ്ജിന് പോവണമെങ്കിൽ അവരുടെ സകല ബാധ്യതകളും തീർക്കണം, സമ്പത്തുള്ളവൻ കഴിവുള്ളവൻ മാത്രം ഹജ്ജ് ചെയ്യാനാണ് മതം പറഞ്ഞിട്ടുള്ളത്. ഇനി അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഉയർന്നു വന്നിട്ടുള്ള വിഷയത്തെ നമുക്കെല്ലാവർക്കും തന്നെ നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകൾക്കും ഒന്ന് ചർച്ച ചെയ്യാം. വളരെ നിഷ്പക്ഷതയോടുകൂടി തന്നെ ഓരോ ആളുകളും ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. ഇവർ പറയുന്നത് എന്താണ്? അതായത് സൗദി എയർലൈനൊക്കെ ഒരുപാട് കുറച്ചിട്ട് നെടുമ്പാശ്ശേരിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ കരിപ്പൂരിൽ ഒരുപാട് അധികമാണ് എന്നാണ് വ്യക്തമായിട്ട് ഇവർ പറയുന്നത്. അത് ശരിയല്ല, കേന്ദ്രത്തിനോട് പരാതി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. അതായത് തന്ത്രപരമായിട്ട് ഇതൊക്കെ കേന്ദ്ര സർക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്, മുസ്ലിങ്ങൾക്ക് എതിരാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്ത്രപരമായി ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. സകല ആളുകളോടും പറയാനുള്ളത് വളരെ ലളിതമായിട്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിന് ഒരു ടെൻഡർ കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തോ സൗദിയിലോ ഉള്ള ഏത് വിമാന കമ്പനികൾക്കും കരിപ്പൂരിൽ നിന്ന് ആളെ കൊണ്ടുപോകുന്നതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ടെൻഡറിൽ പങ്കെടുക്കാം. പക്ഷേ എയർ ഇന്ത്യ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ ഗവൺമെൻറ് വിമാന കമ്പനിയല്ല, മറിച്ച് അതൊരു സ്വകാര്യ കമ്പനിയാണ്. ആ ഒരു വിഷയം പോലും മനസ്സിലാക്കാതെ തോന്നിയതുപോലെ പറയുകയാണ്. പിന്നെ ഈ വി അബ്ദുറഹിമാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെടുമ്പാശ്ശേരിയിൽ സൗദി എയർലൈൻസ് ഒക്കെ വന്നു പോകുന്നതൊക്കെ തന്നെ കേന്ദ്ര അനുമതിയോട് കൂടിയിട്ടാണ്. അല്ല, കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ്. എയർ ഇന്ത്യയിൽ നിന്ന് മാത്രം ഹജ്ജിന് പോയാൽ മതി എന്നൊരു തീരുമാനമെടുത്താൽ ഇവരുടെ ഈ കമ്മികളുടെ ദുഃഖടാ സമരം കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്നവരാണ് കേന്ദ്ര സർക്കാർ എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അല്ല, ഇത് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ പുണ്യമായിട്ടുള്ള ഹജ്ജിനെ വളരെ പവിത്രതയോടുകൂടി തന്നെ ആളുകൾ പോവട്ടെ, അതിൻ്റെ സൗകര്യങ്ങൾ അനുഭവിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് സകല ആളുകളെ ടെൻഡറിലൊക്കെ പങ്കെടുക്കാനൊക്കെ തന്നെ അനുവദിക്കുന്നത്. അതിൽ കരിപ്പൂർ എയർപോർട്ടിൽ ആരും പങ്കെടുക്കാത്തത് അത് കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമല്ല. നമ്മൾ അതേപോലെ തന്നെ മനസ്സിലാക്കണം. കുറച്ച് ഈ ഹജ്ജൊക്കെ എത്രത്തോളം പ്രാധാന്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് വളരെ വിശദമായിട്ട് സകല ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വി മുരളീധരനും സ്മൃതി ഇറാനിയും, അതായത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ നേരിട്ട് സൗദിയിൽ പോയിട്ടാണ് ഹജ്ജൊക്കെയായി ബന്ധപ്പെട്ടുള്ള കരാറുകളിലൊക്കെ തന്നെ ഒപ്പിട്ടത്. അല്ല, ഇനി ഈ ഹജ്ജൊക്കെയായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമൊന്നും കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര ഉദ്യോഗസ്ഥനെ അങ്ങ് പറഞ്ഞയച്ചാൽ പോരായിരുന്നോ? മറിച്ച് മന്ത്രിമാരെ തന്നെ പറഞ്ഞയക്കുന്നത് ആ ഒരു പുണ്യകർമ്മത്തെ വളരെ വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ മുസ്ലിങ്ങൾ മാത്രം ഉത്തർപ്രദേശിലുണ്ട്. അവിടെയൊക്കെ തന്നെ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ തന്നെ സകല ആളുകളും പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യത്ത് ഒരേ ഒരു കരിപ്പൂരിൽ കുറച്ച് റൈറ്റ് കൂടിയതിന് വലിയ പ്രശ്നമായിട്ടൊക്കെ
ഒക്കെ കേന്ദ്ര സർക്കാരാണ് എന്ന് കുറ്റം പറയുക. വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് മുസ്ലിങ്ങൾക്കെതിരാണ് കേന്ദ്ര സർക്കാർ എന്ന് നിരന്തരം പറയാൻ വേണ്ടിയിട്ട് വി അബ്ദുറഹിമാനൊക്കെ കണ്ടിട്ടുള്ളൊരു തന്ത്രമായിട്ട് ഇതിനെയൊക്കെ സകല ആളുകൾക്കും കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. നെടുമ്പാശ്ശേരി മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ സൗദി എയർലൈൻസ് വളരെ വില കുറച്ച് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും കേന്ദ്ര സർക്കാരല്ല, മറിച്ച് ആ ഒരു പ്രശ്നമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരിപ്പൂരിൽ വില കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു വികസനം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇവിടെ പാർലമെൻറ്റിൽ മത്സരിക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയിലാണ് ഇവിടെയുള്ള പ്രതിപക്ഷങ്ങളൊക്കെ തന്നെ. എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് തന്ത്രപരമായി പറഞ്ഞിട്ട് പതിവ് പോലെ തന്നെ വോട്ടു തട്ടാനുള്ളൊരു തന്ത്രമായിട്ട് ഈ പറഞ്ഞതിനൊക്കെ സകല ആളുകളും വിലയിരുത്തേണ്ടതുള്ളൂ.